നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഫോറസ്റ്റുകാർ വേലൂരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം മൃതദേഹ അവശിഷ്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതാരെ എന്താണെന്നൊന്നും അവർക്കറിയില്ല. പിന്നീട് വേലൂരിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ, അവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേലു പറഞ്ഞു, ഞങ്ങളാരും കണ്ടിട്ടില്ല സാറേ. അല്ല, ഇന്നലെ കുരുതിയുള്ള ദിവസമല്ലായിരുന്നോ, നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. വേലുവിന് അറിയായിരുന്നു ഉറപ്പായിട്ടും ഇങ്ങനെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഒടുവില് ഫോറസ്റ്റുകാരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അമല് ചോദിച്ചു, എന്നാലും അത് ആരായിരിക്കും വേലുവേട്ടാന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വേലു പറഞ്ഞു, ശത്രുക്കളെ ഓരോരുത്തരെയായിട്ട് അങ്ങ് തീർത്തോണ്ടിരിക്കുക കിരൺ സാറ്. ശത്രുക്കൾ ഓരോരുത്തരെയായിട്ട് തീർത്തോണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് വേലു ആ കാര്യം പറയണേ, കല്യാണി ഹോസ്പിറ്റലാന്നുള്ള കാര്യം, രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടന അത് ചെയ്തെന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമല് പറഞ്ഞു, അയ്യോ എന്നിട്ടോ കല്യാണി ചേച്ചിക്ക് എന്ത് പറ്റി? എനിക്ക് കല്യാണി ചേച്ചിനെ ഒന്ന് കാണാൻ പോണെന്ന് പറഞ്ഞു. അതെ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഇപ്പൊ അപകടനില തരണം ചെയ്യുന്ന കിരൺ സാർ പറഞ്ഞ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പോയി കാണാം. അല്ല എന്നാലും ആ ദുഷ്ടന് അയാള് രക്ഷപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അയാളെ ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടാനായിട്ട് അയാളെ രക്ഷപ്പെട്ടിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അയാളെ വെറുതെ കിരൺ സാറ് വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അയാളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് വേലു അകത്തേക്ക് കയറിപ്പോയി. അമ്മഴൊന്നും മനസ്സിലായില്ല. പിന്നീട് സിഐക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കാരണം കല്യാണിയെ കുത്തിയിട്ട് പോയതാണ് രാഹുലിനെ കുറിച്ച് കുറെ അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയില്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു ബോഡിയുടെ അവശിഷ്ടങ്ങളൊക്കെ കാട്ടിന്ന് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണേ. അങ്ങനെ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സിഐയും കൂടി ചെല്ലുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഒക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് സിഐക്ക് ചില സംശയങ്ങളുണ്ടായി. ആ കൊടുങ്കാട്ടിന്ന് ഇങ്ങനെ ഒരു ബോഡി കിട്ടണമെങ്കിൽ അതും രാഹുലിൻ്റെതാണെന്ന് സംശയമുണ്ട്. പിന്നീട് കിരണിനെ വിളിപ്പിക്കുകയാണ്. കിരണിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യം പറ കിരണേ, നിനക്ക് ഇതിനകത്ത് എന്തേലും പങ്കുണ്ടോന്ന് ചോദിച്ചു. എന്ത്? രാഹുലിന്റെ തിരോധനമായിട്ട് ബന്ധപ്പെട്ട് അയാളെ കുറിച്ച് ഒരു അറിവില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, അത് അയാളുടേതാന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, സാറേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഞാൻ അറിയുന്നത്? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് കല്യാണിയെ കുത്തിയിട്ട് അയാൾ പോയതല്ലേ, ഞങ്ങള് പിടികൂടുന്നു ഭയന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോ അയാള് കാട്ടിപ്പോയ പോലെ ഒളിച്ചിരുന്ന് കാണും, മൃഗങ്ങൾ വല്ല അയാളെ കടിച്ചു കീറി കൊന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ കിരണിനെതിരെ ശക്തമായ തെളിവുകളും കാര്യങ്ങളൊന്നും സിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലോ, സംശയം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കിരണിനെ വിട്ടയക്കണം. ഈ സമയത്ത് സരിവ് ആകെപ്പാടെ ടെൻഷനില്ല. അച്ഛനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങോട്ടേക്ക് വിളിക്കാനൊരു ഭയം. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടാലോ എന്നൊരു ചിന്ത. ഒന്ന് വിളിക്കുമായിരുന്നു അറിയായിരുന്നു അച്ഛൻ എവിടെയാ എന്താന്നൊക്കെയുള്ള കാര്യം. അച്ഛൻ എന്തേലും ആപത്ത് സംഭവിച്ചോന്ന് അറിയത്തില്ല. കിരൺ പറയുന്നത് കേട്ടിട്ട് എന്തോ ആപത്ത് സംഭവിച്ച പോലെ ഉണ്ട്. അങ്ങനെ എന്തേലും ആപത്ത് സംഭവിക്കോ? താൻ കാരണമാണ്, താനാണ് അച്ഛനോട് അവളെ കൊല്ലാനായിട്ട് പറഞ്ഞ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സരുവിന് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും താര അങ്ങോട്ടേക്ക് വന്നു. താര വന്നിട്ട് പറഞ്ഞു, മോളെ എന്താ ചായ എന്ന് പറഞ്ഞു. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ മോളെ എന്നോട് ദേഷ്യപ്പെടുന്നത്? മിണ്ടാതെ പോയിക്കോ, എനിക്ക് ആ പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. കല്യാണിയാണെങ്കിലോ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, അവൾക്ക് ബോധം കൂടെ വീണെന്ന് ഉള്ള കാര്യം സരിവ് അറിഞ്ഞായിരുന്നു. സരിവിനത് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. അപ്പോഴേക്കും താര പറഞ്ഞു, മോളെ കല്യാണി പാവല്ലേ, അതുകൊണ്ട് അവൾക്ക് ഒന്നും സംഭവിക്കായിരുന്നേ, അവളുടെ ജീവനൊരു ഒന്നും ആപത്തൊന്നും സംഭവിക്കായിരുന്നേന്ന് പറഞ്ഞു. പാവം, മിണ്ടരുത്. എന്ത് ചെയ്യാൻ, അവളെ അങ്ങോട്ട് കഴുത്ത് തിരിച്ചു കൊന്നാ മതിയായിരുന്നു. പക്ഷെ കഴുത്ത് തിരിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിരണിനെ സ്വന്തമാക്കാൻ പറ്റില്ല, അല്ലായിരുന്നേ പണ്ടേ ഞാനത് ചെയ്തേനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ താരയ്ക്ക് ഭയങ്കര വിഷമായി. കാരണം സരയുടെ ഈ സ്വഭാവം ആരോടും പറയാനും പറ്റില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതാകെപ്പാടെ പ്രശ്നമാകുകയും ചെയ്യും. പിന്നെ തന്റെ മോളുടെ കാര്യം എന്താവും? ഇപ്പോഴാണെങ്കിലും കിരണും കല്യാണിയൊക്കെ സഹായിക്കുന്നുണ്ട്. അവര് നല്ല രീതിയിൽ തന്നെയാ സരുവിന്റെ മോളെയൊക്കെ നോക്കുന്നത്. ഇനിയിപ്പോ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് രാഹുലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ലീക്ക് ആവുകയാണ്. കിരണിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവന്റെ കാര്യം തീർന്നല്ലോ, ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. പിന്നീട് കിരൺ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ കാർത്തിക കിരണിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കിരണിനോട് ചോദിച്ചു, സത്യം പറ കിരണേ, ആ രാഹുല് അയാൾക്ക് എന്താ സംഭവിച്ചേ? ഇതിനകത്ത് കിരണിന് എന്തെങ്കിലും പങ്കുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എന്റെ കല്യാണി ഇല്ലാതാക്കിയിട്ട് പോയതവന്, അപ്പൊ പിന്നെ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അവനെ ഞാനാ തീർത്തേന്ന് പറഞ്ഞു. എന്താ നീ പറഞ്ഞേന്ന് ചോദിച്ചു കാർത്തിക. അതെ, അവനെ ഞാനും വേലും രതീഷും കൂടെ കൂടിയിട്ട് ആ കൊടുങ്കാട്ടിലേക്ക് ഉണ്ടായത്, അവിടെ ഇട്ട് അവനെ ഞാൻ അങ്ങോട്ട് തീർത്തെന്ന് പറഞ്ഞു. ഇനി അവൻ ഒരിക്കലും ജീവനോടെ വരത്തില്ല,
അല്ലെങ്കിലും ഇവന്മാരെ പോലുള്ള ഒരുത്തനും ജീവനോടെ ഇനി ഉണ്ടാവാൻ പാടില്ല. പണ്ടേ തീർത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ലക്ഷ്മി പറഞ്ഞു, ശരിയാ, പണ്ടേ അവൻ കഴിയേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഗംഗാപ്രസാദം, ഇനി ഒരുത്തനും കൂടെ ഉണ്ടല്ലോ വിക്രം, അവൻ ഇനി എന്നാണോ എന്തോ പുറത്തിറങ്ങണേ, അവൻ ഇറങ്ങിയാലോ അത് കല്യാണിയുടെ ജീവൻ ആവത്താന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ലക്ഷ്മിയമ്മേ, പക്ഷെ അവൻ ഇറങ്ങിയിട്ട് അവന് ഈ പരിപാടി ചെയ്യുന്നെങ്കിൽ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ അവന്റെ ബോഡി കൊണ്ടുവരത്തില്ലേ ഇന്ന് നടക്കാന്ന് ചോദിച്ചു. കൊണ്ടുവരട്ടെ, അവന്റെ ബോഡി ഉറപ്പായിട്ടും അങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുവരുന്നേ, അമ്മയുടെയൊക്കെ അടുത്തേക്ക്. പക്ഷെ അവിടെ എന്താണെങ്കിലും അമ്മ കേറ്റുമെന്ന് തോന്നില്ല. അമ്മ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അമ്മ ഇപ്പൊ തന്നെ അടഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. കാരണം അമ്മയോട് അത്രമാത്രം ദുഷ്ടതകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അവന് വല്ല പൊതു ശ്മശാനത്തിലും പോയി കിടക്കട്ടെ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു, അത് ശരിയാ. അല്ല, ഇങ്ങനൊരു വിധി നേരത്തെ ഗംഗാപ്രസാദിന് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവൻ കുറച്ചു മുമ്പേ അങ്ങോട്ട് പോയനെന്ന് പറഞ്ഞു. അത് ശരിയാ കാർത്തികെ, പക്ഷെ അന്നൊരു അബദ്ധം പറ്റി. ഇത്തവണ അബദ്ധം പറ്റാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു സരയു. കാരണം ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പോഴാണ് ആ ന്യൂസൊക്കെ കാണുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി, പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിപ്പോയി സരുവിന്. ഒരുപക്ഷെ തൻ്റെ അച്ഛനായിരിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം അങ്ങനെ ചില ഊഹാപോഹങ്ങളൊക്കെ ചാനലുകാർ പറയുന്നുണ്ടായിരുന്നു. ചാടിപ്പോയ പ്രതിയാണോ എന്നൊക്കെ പറഞ്ഞ ചാനലുകാരോരോന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പം സരുവിന് ഭയങ്കര ടെൻഷൻ. തൻ്റെ അച്ഛൻ മരണപ്പെട്ടോ എന്നൊരു ചിന്ത. ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ കിരണായിരിക്കുമോ, കിരണൊക്കെ ചേർന്നിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് ഒരു ചിന്തയുണ്ട്. പക്ഷെ കിരണോട് പോയി ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ എങ്ങനെ എന്താന്നൊക്കെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും സംശയം തോന്നുകയും ചെയ്യും. അതുകൊണ്ട് സരു ഒന്നും മേലാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ സമയത്ത് വിക്രം ജയിലിനകത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ജയിൽ വാർഡ് അങ്ങോട്ട് വന്നേ. എടാ, നീ ഒരു കാര്യം അറിഞ്ഞെന്ന് ചോദിച്ചു. എന്താ സാറേ? ഇവിടുന്ന് ഒരുത്തൻ ഇറങ്ങിപ്പോയില്ലേ ആ രാഹുല്, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തോന്നിയെന്ന് പറഞ്ഞു. തീരുമാനം? എന്താ സാറേ പറയണേ? രാഹുൽ ഞങ്ങൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. കാട്ടീന്നൊരു മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, വന്യമൃഗങ്ങളൊക്കെ കടിച്ചു കീറിയ രീതിയിൽ. അത് അയാളുടേതാന്നാ പറയണേ എന്ന് പറഞ്ഞു. രാഹുലങ്ങളുടെ? അതെ, അവനിട്ട് ആരോ ശരിക്കും പണി കൊടുത്താന്ന് തോന്നേ. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. വിക്രം ചോദിച്ചു, സത്യമാണോ സാറേ കേൾക്കണേ? അങ്ങനെയാന്നാ അറിയാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നേ ആ കല്യാണിയെ കുത്തിയിട്ട് പോയ സമയത്ത് കാട്ടിപ്പോയി ഒളിച്ചിരുന്ന് കാണും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പണി കൊടുത്തായിരിക്കും എന്ന് പറഞ്ഞു. അവന് കിട്ടാനുള്ള ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞു. കണ്ടോടാ, ഇതൊക്കെ ആയിരിക്കും നീയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇനി ചെയ്തിട്ടാണ് നിനക്കൊക്കെ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു. വിക്രം ശരിക്കും പേടിച്ചു കുറച്ചുപോയി. ഗംഗേട്ടൻ പുറത്തു പോയിട്ട് ഗംഗേട്ടനെ കുറിച്ചൊരു വിവരമില്ല. ഗംഗേട്ടനെ തീർത്ത് കളഞ്ഞു തോന്നേ. ഇപ്പോഴാണ്ടേ രാഹുൽ അങ്കിളിനും സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പോ തന്റെ വിധിയ എന്താവും എന്നൊരു ചിന്ത. ഇത് കേട്ടാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹറിന് ഭയങ്കര സന്തോഷമായിരുന്നു. മനോഹർ വന്നിട്ട് വിക്രത്തോട് പറഞ്ഞു, എങ്ങനെയുണ്ടടാ, കണ്ടില്ലേ? എടാ, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിലും നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. സൂക്ഷിച്ചിരുന്നു. നീ പുറത്തിറങ്ങി ഇതുപോലത്തെ പരിപാടികളെ ഇനി കാണിച്ചു കൂട്ടാൻ പോകുന്നെങ്കിൽ നിനക്ക് മിക്കവാറും ഇതായിരിക്കും. കാട്ടിനുള്ളിൽ ചിലപ്പം മൃഗങ്ങളൊക്കെ നിന്നെ കടിച്ചു കീറി കൊല്ലും. നിന്നെ വെറുതെ വിടത്തില്ല. കല്യാണി ഉപദ്രവിക്കാൻ പോയിട്ട് അയാൾക്ക് കിട്ടിയ ശിക്ഷ ഏതെന്ന് പറഞ്ഞു. അല്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്തു വെച്ചേ. എത്രമാത്രം ക്രൂരതകളാണ് ചെയ്തു കൂട്ടിയത്. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത നിനക്കായിരിക്കും എന്ന് പറഞ്ഞു മനോഹർ അങ്ങോട്ടേക്ക് പോയി. ആകെപ്പാടെ പേടിച്ച് വിറച്ചു പോയി വിക്രം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇനി അപ്പൊ അധികം വൈകാതെ സരയു ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവാ. സരയുവിന്റെ അച്ഛനാണ് മരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.